Hello, my dear children. How are you all? Are you okay? All of you follow the instruction given by our government. Very good. Follow SMS. Okay. Don't go outside. Whenever you go outside, wear mask, use sanitizer and keep social distancing. Okay. हमें अपने स्वास्थ्य पर भी बहुत अधिक ध्यान रखना है क्योंकि ओणम का त्यौहार बहुत निकट है। कोविड हो या कुछ भी हो, हमें ओणम मनाना है, घर में खुशी आ जाना है। उस समय बीमारी की अवस्था आ जाए तो वो कितना दुखद हो जाता है। इसलिए बाहर मत जाना। हमें अपने घर वालों के साथ खुशी से ओणम के दिन बिताना है, इसलिए घर में ही रहना, बाहर मत जाना। देखिए स्वामी जी ने क्या कहा, और प्रेजेंट वर्क में बी ग्रेट और स्मॉल, यस द इम्पॉर्टेंट थिंग इज टू डू इट वेल। इसका अर्थ क्या है? जो कर्तव्य हम पर है हमें उसको निभाना है ना। നമുക്ക് ചില റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് നിർവഹിക്കണ്ടേ? उन कर्तव्यों को निभाने के लिए हमें कुछ काम करना पड़ता है ना। स्वामी जी ने क्या कहा, काम छोटा हो या बड़ा, उसके बड़ापन या खड़ापन में नहीं, जिस प्रकार वह किया जाता है। हमारा काम बड़ा हो या छोटा, हमें उसे अच्छी तरह करना है। നമ്മുടെ സ്കിൽ അതിലാണ് കാണിക്കേണ്ടത്। നമ്മളെ ഏൽപ്പിച്ച ജോലി നന്നായിട്ട് ചെയ്യുന്നതിലാണ് നമ്മളുടെ കഴിവിരിക്കുന്നത്, അല്ലേ? ചെറിയ ജോലിയാണെങ്കിലും വലിയ ജോലിയാണെങ്കിലും അത് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക. ഇപ്പോഴത്തെ നിങ്ങളുടെ ജോലി എന്താ? പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ വീട്ടിലെ കുറച്ച് ഉത്തരവാദിത്തങ്ങളിലൊക്കെ പങ്കുചേരുക. അല്ലാതെ മൊബൈലിൽ എപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലല്ലോ, അല്ല. അപ്പോൾ ഇപ്പം നിങ്ങളുടേതായിട്ടുള്ള ജോലി, പ്രസൻ്റ് ആയിട്ടുള്ള ജോലി, നിങ്ങളുടെ ലക്ഷ്യം നന്നായിട്ട് പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്ത് തുടർ പഠനത്തിന് വേണ്ടിയിട്ട് റെഡിയാകുക, അല്ലേ? അപ്പോൾ അത് ചെറിയ ജോലിയല്ല, എന്നാൽ അത്ര വലിയ ജോലിയുമല്ല, എന്നാലും അത് നന്നായിട്ട് ചെയ്യുക. അതിലാണ് പ്രാധാന്യം. അതോടൊപ്പം തന്നെ നമ്മൾക്ക് നമ്മളുടെ കുടുംബത്തോട് ചില റെസ്പോൺസിബിലിറ്റി ഇല്ലേ, കടപ്പാടില്ലേ? അപ്പോൾ അത് നമുക്ക് കുറച്ചൊക്കെ നിർവഹിക്കണ്ടേ? അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ പങ്കുചേരണം, പേരൻസിനെ ഹെൽപ്പ് ചെയ്യണം, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികൾ നന്നായിട്ട് ചെയ്യുക. घर में हो या बाहर या समाज में हो, हमारे ऊपर जो काम निर्भर होता है, जो कर्तव्य निर्भर होता है, उसे अच्छी तरह निभाना। उसके लिए हमें किए जाने वाले काम छोटा हो या बड़ा, എപ്രകാരമാണ് അത് ചെയ്യുന്നത്, അതിലാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, ചെയ്യുമല്ലോ. वेरी गुड. आज हमें व्याकरण में समास, इसका अध्ययन करना है. पदबंध हम पढ़ चुके और आगे हमें समास पढ़ना है. 8वीं कक्षा में पढ़ता होगा समास. जानते हो समास क्या है? देखिए, त्रिनेत्र, ये शब्द क्या है? त्रिनेत्र. इसमें दो शब्द है. त्रिनेत्र, त्रि एक शब्द है तीन, और नेत्र दूसरा शब्द है. इन दोनों को मिलाकर एक शब्द बन जाता है त्रिनेत्र. जेब एक शब्द है और घड़ी दूसरा शब्द है, दोनों को मिलाकर जेब घड़ी. बैल एक शब्द है, गाड़ी दूसरा शब्द है, दोनों को मिल जाने पर वह बैल गाड़ी बन जाता है. उसी प्रकार कमल एक शब्द है, नयन दूसरा शब्द है, दोनों को मिलकर कमल नयन एक नया शब्द बनता है. शरय, चर एक शब्द है, अचर दूसरा शब्द है, दोनों को मिलकर चराचर एक नया शब्द बनते हैं. इस प्रकार
परस्पर संबंध रखने वाले दो पदों के मेल से जो नया पद बनते हैं, इस मेल को हम क्या कहते हैं? समास कहते हैं. ഇങ്ങനെ പരസ്പരം ബന്ധമുള്ള രണ്ട് വാക്കുകൾ തമ്മിൽ ചേർന്നൊരു പുതിയ വാക്കുണ്ടാകുന്നില്ലേ, ആ ഒരു ചേരലിനെയാണ് എന്ത് പറയുന്നത്? समास. समास क्या है? परस्पर संबंध रखने वाले दो या दो पदों के मेल को क्या कहते हैं? समास कहते हैं. ओके. और इस प्रकार बनने वाले इन पदों को हम समस्त पद कहते हैं. क्या कहते हैं? समस्त पद. त्रिनेत्र, जेबगड़ी, बैलगाड़ी, कमल नयन, चराचर. ഇങ്ങനെ പരസ്പരം ബന്ധമുള്ള രണ്ട് പദങ്ങൾ തമ്മിൽ ചേർന്ന് ഒരു പദമുണ്ടാകുമ്പോൾ അതിനെ നമ്മൾ എന്താ പറയുന്നത്? സമസ്ത പദം. ഈ സമസ്ത പദത്തെ വിഗ്രഹിക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സമാസ് വിഗ്രഹം. നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരുന്നത്? വിഗ്രഹ കർക്കെ സമാസ് കെ ഭേദലിഹി. നിങ്ങൾക്ക് എന്ത് തരും? ഈ സമസ്ത പദം തരും. എന്നിട്ട് അതിനെ വിഗ്രഹിക്കണം. വിഗ്രഹിച്ച് അത് ഏത് സമാസത്തിൽ വരുന്നതാണ് എന്ന് എഴുതണം. അതാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരുന്നത്. ഓക്കെ. അപ്പം ഇങ്ങനെ പരസ്പരം ചേർന്നുണ്ടാകുന്ന ഈ വാക്കുകളെ നമ്മൾ എന്താ പറയുന്നത്? സമസ്ത പദം. ഇനി സമസ്ത പദത്തിന് എപ്പോഴും രണ്ട് പാർട്ട് കാണും. നോക്കൂ, ത്രിനേത്ര, ഇസ്മേ ത്രി പഹല. ആദ്യം വരുന്നതായതുകൊണ്ട് ഇതിനെ പൂർവ്വപദമെന്നും രണ്ടാമത് വരുന്നതായതുകൊണ്ട് ഇതിനെ ഉത്തരപദം എന്നുമാണ് പറയുന്നത്. क्या है? एक समस्त पद में दो भाग होते हैं. एक तो पूर्व होता है तो उसे पूर्व पद कहते हैं, और दूसरा उत्तर पद. पूर्व पद, उत्तर पद. पहले आने वाला पूर्व पद है और दूसरे आने वाला उत्तर पद है. अर्थात समस्त पद के पहले पद को हम पूर्व पद कहते हैं और दूसरे पद को उत्तर पद कहते हैं. जेब खड़ी, इस पद में पूर्व पद क्या है सूर्य? जेब. उत्तर पद खड़ी. बैलगाड़ी, इसमें पूर्व पद क्या है देवी प्रिया? बैल पूर्व पद है और गाड़ी उत्तर पद है. कमल नयन, इसमें पूर्व पद क्या है? कमल और उत्तर पद नयन. चराचर, इस पद में पूर्व पद क्या है देवनंदा? चर. उत्तर पद अचर. दोनों को मिलाकर चराचर. चर प्लस अचर दोनों को मिलाकर चराचर बनते हैं. और चराचर पद में पहला पद चर है और दूसरा पद अचर है. समास क्या है निवेदिता? समास क्या है? परस्पर संबंध रहने वाले दो पदों के मेल को हम क्या कहते हैं? समास कहते हैं. समस्त पद क्या है निधिला? इस प्रकार मिलकर बनने वाले शब्द समस्त पद है. समस्त पद के दो भाग होते हैं. वे क्या क्या हैं गौरी? उत्तर पूर्व पद या उत्तर पद, पहला पद या दूसरा पद. कमल नयन, इसमें पूर्व पद क्या है सुदर्शन? पूर्व पद कमल है और उत्तर पद नयन है. ओके, समझ लिया तुम्हें? आगे देखिए समास के भेद. समासത്തിന് എത്ര ഭേദങ്ങളുണ്ട്? वे क्या क्या है? कितने भेद होते हैं? समास के 6 भेद होते हैं. 6 ഭേദങ്ങളാണ് ഉള്ളത്. वे क्या क्या है? नंबर 1 अव्ययी भाव समास. नंबर 2 तत्पुरुष समास. नंबर 3 द्वंद्व समास. नंबर 4 बहुब्रीहि समास. नंबर 5 कर्मधारय समास. नंबर 6 द्विगु समास. ഈ സമാസത്തിൽ പദങ്ങളുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അവ്യയീഭാവ സമാസത്തിൽ എന്താ ഇമ്പോർട്ടൻസ്? ഏത് ഭാഗമായിരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? അവ്യയീഭാവ. നോക്കൂ, അവ്യയീഭാവ समास में पहला पद प्रधान. അപ്പം അവ്യയീഭാവ സമാസം എന്ന് പറഞ്ഞ ഓർത്തോണം, पहला पद प्रधान അവ്യയീഭാവ. तत्पुरुष समास में दूसरा पद प्रधान तत्पुरुष समास.
द्वंद्व समास में दोनों पद प्रधान, पूर्व पद और उत्तर पद दोनों प्रधान है। बहुब्रीहि समास में दोनों पद उनको कोई प्रधानता नहीं, इंपॉर्टेंस नहीं है, किसी अन्य पद को इंपॉर्टेंस मिलता है। अन्य पद प्रधान, ഈ രണ്ട് പദങ്ങൾക്കായിരിക്കുകയല്ല ഇമ്പോർട്ടൻസ്, ഈ പദങ്ങൾ ചേർന്ന് മറ്റൊരാളെയോ മറ്റൊരു കാര്യത്തെയോ പറ്റി പറയാനായിട്ടാണ് ആ പദങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇമ്പോർട്ടൻസ് ആർക്കാ കിട്ടുന്നത്? പദങ്ങൾക്കല്ല, ഈ പദങ്ങൾ ചേർന്ന് വരുന്ന വിശേഷിപ്പിക്കുന്ന ആളിനെയോ വസ്തുവിനോ ആയിരിക്കും പ്രാധാന്യം. അന്യപദ പ്രധാൻ. ഇനി കർമ്മധാരയ സമാസത്തിലാണെങ്കിലോ അതിലെ ഫസ്റ്റ് വേർഡ് ഉണ്ടല്ലോ, ഫസ്റ്റ് പദമുണ്ടല്ലോ, പഹലാ പദ വിശേഷണമായിട്ട് ഉപയോഗിക്കും, രണ്ടാമത്തെ പദം വിശേഷ്യമായിരിക്കും. ഇപ്പം കമല നയൻ എന്നുള്ളൊരു വേർഡ് തരുവാണെങ്കിൽ അതിൽ കമൽ നയൻ. അപ്പം ആ നയനം ഏതുപോലുള്ള നയനമാ? കമൽ കെ സമാൻ നയൻ. അവിടെ ഉപമിച്ചിരിക്കുമല്ലേ, അല്ലെ വിശേഷിപ്പിച്ചിരിക്കുമല്ലേ. ഒന്നുകിൽ അത് ഉപമേയവും ഉപമാനവുമായിട്ട് വരും, അല്ലെങ്കിൽ വിശേഷണവും വിശേഷ്യമായിട്ട് വരും. ലാസ്റ്റ് വൺ ദിഗു സമാസ്. ദിഗു സമാസത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ദിഗു സമാസത്തിൽ നമുക്ക് തരുന്ന സമസ്ത പദത്തെ വിഗ്രഹിക്കുമ്പം പൂർവ്വപദം ഒന്നാമത്തെ പദം ഏതെങ്കിലും നമ്പേഴ്സിലേ തുടങ്ങത്തുള്ളൂ. എന്നിട്ട് ഉത്തരപദം എങ്ങനെയാ പറയുന്നത്? ഒരു ഗ്രൂപ്പായിട്ട് പറയും. ഇപ്പം ത്രിവേണി എന്നൊരു വേർഡ്, ത്രിവേണി എന്നൊരു പദം, അതിനെ നമ്മൾ വിഗ്രഹിക്കുമ്പം തീൻ വേണിയോങ്ക സമൂഹ അല്ലെ തീൻ വേണിയോങ്ക സമാഹ അങ്ങനെയാണ് പറയുന്നത്. അപ്പം അവിടെ ആദ്യത്തെ പദം ഏതാ വന്നത്? സംഖ്യാവാചകല്ലേ വന്നത്. ഉത്തരപദത്തെ നമ്മൾ സമാഹ യാ സമൂഹ എന്ന് ചേർത്ത് അങ്ങ് വിഗ്രഹിച്ചാൽ മതി. ഓക്കെ. അഷ്ടാധ്യായി, 8 अध्यायों का समूह. चतुर्भुज, 4 भुजाओं का समूह. पंचवड़ी, 5 वटों का समूह. അവിടെ എല്ലാം സംഖ്യാവാചകമായിരിക്കും ആദ്യം അത്. നമ്പേഴ്സിൽ തുടങ്ങി കെ സമൂഹ യാ കെ സമാഹ അങ്ങനെ വിഗ്രഹിച്ചാൽ മതി. ഇപ്രകാരം പദങ്ങളുടെ സ്ഥാനമനുസരിച്ച് നമ്മൾ സമാസത്തെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? बदली समास के कितने भेद होते हैं? 6 भेद होते हैं. वे क्या क्या है? आदित्य, अव्ययी भाव समास. अव्ययी भाव समास की प्रधानता क्या है? पहला पद प्रधान है. दूसरा चैतन्य तत्पुरुष समास. तत्पुरुष समास में किस पद की प्रधानता है? दूसरा पद प्रधान. आर्य, तीसरा क्या है? द्वंद्व समास. द्वंद्व समास की प्रधानता क्या है? द्वंद्व समास की प्रत्യേകത എന്താ? दोनों पद प्रधान है. नंदना, फोर्थ वन बहुब्रीहि समास. इसकी प्रधानता क्या है? दोनों पदों को कोई प्रधानता नहीं है, अन्य पद प्रधान होता है. अनंतर कर्मधारय समास. कर्मधारय समास में किस पद का प्रधानता होता है? कर्मधारय समास में पूर्व पद विशेषण और उत्तर पद विशेष होता है. और लास्ट वन आदित्य कृष्ण, दिगु समास. दिगु समास की प्रधानता क्या है? पूर्व पद संख्यावाचक होता है और शेष पद के समूह या के समाहार से विग्रह किया जाता है. ओके, समझ लिया. आगे देखिए, समास का पहला अव्ययी भाव समास. अव्ययी भाव समास की प्रधानता क्या है? पहला पद प्रधान होता है और एक पहला पद अव्यय हो जाता है. നമ്മൾ പഠിച്ചാണല്ലോ അവ്യയങ്ങൾ. അവ്യയങ്ങളിൽ ഏതൊക്കെ വരും? സംബന്ധബോധക്, സമുച്ചയബോധക് എല്ലാം വരത്തില്ലേ? സേ ലേക്കർ, കെ സമാൻ, കെ ഊപ്പർ, ക്യോംകി, ഇസലിയെ, ഇതെല്ലാം അവികാരി ശബ്ദങ്ങളല്ല, അവ്യയങ്ങളാണ്. അപ്പം അവ്യയീഭാവ സമാസത്തിലെ പഹലാ പദ അവ്യയമായിരിക്കും. പഹലാ പദത്തിനാണ് പ്രാധാന്യം, അത് അവ്യയമായിരിക്കും. എങ്ങനെ അതിനെ വിഗ്രഹിക്കുന്നത്? ആ ജന്മ, ഇതിലെ ആദ്യത്തെ പദം ആ, അതൊരു അവ്യയ ശബ്ദമാണ്. ജന്മ ദൂസര ശബ്ദ, രണ്ടും കൂടെ ചേരുമ്പോൾ സമസ്ത പദം എന്താകും? ആ ജന്മ. ഇനി അതിനെ എങ്ങനെ വിഗ്രഹിക്കുന്നത്? ജന്മ സേ ലേക്കർ, സേ ലേക്കർ, സേ ലേക്കർ എന്നുള്ളൊരു അവ്യയ ശബ്ദമല്ലേ?
നമ്മൾ അവ്യയ ശബ്ദം ഉപയോഗിച്ചാണ് ഇതിനെ വിഗ്രഹിക്കുന്നത്. ആ ജന്മ ജന്മ സേ ലേക്കർ. ബേ ഖഡ്കെ. ബേ ഒരു അവ്യയ ശബ്ദമാണ്. ബേ ഖഡ്കെ ബിന ഖഡ്കെ. നോക്കിയാൽ ഇവിടെ ബിന ബിന ഖഡ്കെ. ഇപ്പൊ നമ്മളിങ്ങനെ വിഗ്രഹിക്കുമ്പം അവ്യയ ശബ്ദങ്ങൾ അതിൽ ഉണ്ടാവും. ഭർ പേട്. പേട് ഭർക്കർ. यथासंभव. यहाँ यथासंभव दो पद है. यथा मीन्स जैसा संभव हो. जैसा समझ लिया तुम्हें. आ जन्म. आ एक पद है, जन्म दूसरा पद है, तो दोनों को मिलाकर आ जन्म हो जाता है. और इसमें पहला पद प्रधान है जन्म से लेकर. अनजाने. अन एक अव्यय शब्द है. अन और जाने दोनों को मिलाकर समस्त पद अनजाने बन जाता है. और विग्रह करने पर कैसे हो जाता है? बिना जाने. अन मीन्स बिना जाने. इस प्रकार अव्यय भाव समास में पहला पद प्रधान होता है और विग्रह करने पर अव्यय आ जाता है. ओके. प्रश्न किस प्रकार पूछा जाता है? എങ്ങനെയായിരിക്കും നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്? तुम्हें ഈ സമസ്ത പദ दिया जाता है. സമസ്ത പദം തരും. എന്നിട്ട് എന്ത് പറയും? വിഗ്രഹകർക്ക് സമാസ് കെ ഭേദ ലിഖിയെ. ഇതിനെ വിഗ്രഹിച്ച് ഇത് ഏത് സമാസമാണെന്ന് പറയണം. അപ്പം ഈ ആ ജന്മ എന്നൊരു വേർഡ് തന്നാൽ നിങ്ങൾ എങ്ങനെ വിഗ്രഹിക്കും? ജന്മസേ ലേക്കർ. ഇതാണ് വിഗ്രഹം. ഇത് സമസ്ത പദം, ഇത് വിഗ്രഹം. അപ്പം നിങ്ങൾക്ക് തരുന്നത് സമസ്ത പദം. നിങ്ങൾ ഇങ്ങനെ വിഗ്രഹിക്കും. ഇത് ഏത് സമാസത്തിൽ വരുന്നതാണ്? അവ്യയീഭാവ സമാസ്. അത് നിങ്ങൾ തിരിച്ചറിയണം. അത് എങ്ങനെയാ വിഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാക്കി കുറേ എക്സസൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് എങ്ങനെയാ വിഗ്രഹിക്കുന്നതെന്ന് മനസ്സിലാവും. അവ്യയം ചേർത്ത് എങ്ങനെ വിഗ്രഹിക്കാൻ പറ്റുമെന്ന് മനസ്സിലാവും. അപ്പം നിങ്ങൾ എന്നിട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം ഇത് ഏത് സമാസത്തിൽ വരുന്നതാണെന്ന്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് തരുന്ന സമസ്ത പദത്തെ വിഗ്രഹിച്ച് അതിൻ്റെ പേരെഴുതണം. ഓക്കെ. അപ്പം ഈ തരുന്ന എല്ലാം സമസ്ത പദങ്ങൾ, ഇതെല്ലാം വിഗ്രഹം. അപ്പം ചിലപ്പോൾ നിങ്ങളോട് എങ്ങനെയാ ചോദിക്കുന്നത്? जन्म से लेकर समस्त पद लिखिए. जन्म से लेकर इसका समस्त पद क्या है? तो നിങ്ങൾ എന്താ എഴുതേണ്ടത്? आ जन्म. बिना खटके इसका समस्त पद क्या है? नूतन. बे खटके. पेट भर इसका समस्त पद क्या है? हृदय. भर पेड़. അപ്പോൾ ക്വസ്റ്റ്യൻ തിരിച്ചും മറിച്ചും ചോദിക്കാം. എന്നിട്ട് ഏത് സമാസത്തിൽ വരുന്നതാണ്? സമാസ് കെ ഭേദ ലിഖിയെ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് അർത്ഥം? ഏത് സമാസത്തിൽ വരുന്നതാണ് അതിൻ്റെ പേര് എടുത്തെഴുതണം. ഓക്കെ. देखिए अन्य उदाहरण. आ मरण मरण तक. आ जन्म जन्म से लेकर. ओके. ആ ജീവൻ ജീവിതകാലം മുഴുവനും. അപ്പം ജീവൻ പര്യന്തം. ഗാവ് ഗാവ്. ഓക്കെ. ഇനി സമസ്ത പദം ചിലപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വരുമെന്ന് അറിയാമോ? രാത്തോം രാത്ത്. देखिए रातों रात. खर खर. देखिए कभी कभी इस प्रकार पूछा जाता है അവ്യയഭാവ समास में. രാത്തോം രാത്ത ഒരേപോലുള്ള വാക്കുകൾ ഒരുമിച്ച് വരും. പൂർവ്വപദവും ഉത്തരപദവും ഒരേ വാക്കുകൾ തന്നെ ആയിരിക്കും. അങ്ങനെ വരുമ്പം എങ്ങനെയാണ് നിങ്ങൾക്ക് വിഗ്രഹിക്കാൻ പറ്റുന്നത്? രാത്തോം രാത്ത്. നമ്മൾ പറയത്തില്ലേ രായ്ക്ക് രാമാനം, രാത്രിക്ക് രാത്രി അവൻ കടന്നു കളഞ്ഞു എന്ന് പറയത്തില്ലേ? അപ്പം അതിനുപയോഗിക്കുന്നതാണ് രാത്തോം രാത്ത്. ഇതെങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്? രാത്ത് ഹി രാത്തുമേ. ഖർ ഖർ ഓരോ വീടും അന്വേഷിച്ചു.
അപ്പം എങ്ങനെ തന്നെ വിഗ്രഹിക്കാം? പ്രത്യേക ഘർ, ഹരേക് ഘർ. ഇതൊക്കെ എൻ്റെ മീനിങ് വെച്ച് വേണം വിഗ്രഹിക്കാനായിട്ട്. പ്രത്യേക ഘർ യാ ഹരേക് ഘർ. ഗാവ് ഗാവ്, ഓരോ ഗ്രാമവും. അത് ഇതുപോലെ തന്നെ വിഗ്രഹിക്കാം. ഹരേക് ഗാവ് യാ പ്രത്യേക. പ്രത്യേക പ്രത്യേക ശബ്ദ का अर्थ है ഹരേക്. ഒന്നുകിൽ പ്രത്യേക ഗാവ് എന്ന് എഴുതാം, അല്ലെങ്കിൽ ഹരേക് ഗാവ്, ഓരോ ഗ്രാമത്തിലും. ദിനോം ദിൻ, ദിൻ ഹി ദിൻ മേ. നമ്മൾ രാത്തോം രാത്ത് പറഞ്ഞ എങ്ങനെ? രാത് ഹി രാത് മേ. ഉസി പ്രകാർ ദിനോം ദിൻ, ദിൻ ഹി दिन में. ओके. यथा नियम, यथा शक्ति, यथा मति, यथा रुचि, यथा विधि, ये सब समस्त पद है. ये सब अव्ययी भाव समास के अंतर्गत आ जाता है. इस प्रकार आ जाए तो तुम्हें इसका विग्रह कैसे किया जा सकता है? ഇതുപോലെ നോക്കെ ഈ യഥാ വരുമ്പൊക്കെ അനുസാർ ചേർത്ത് വിഗ്രഹിച്ചാൽ മതി. ഓർത്താൽ മതി. ഇത് യഥാ നിയം, നിയം കെ അനുസാർ, നിയമം അനുസരിച്ച്. യഥാശക്തി, ശക്തി കെ അനുസാർ. യഥാ മതി, മതി കെ അനുസാർ. മതി മീൻസ് ഒപ്പീനിയൻ. യഥാ രുചി, രുചി കെ അനുസാർ. യഥാ വിധി, വിധി കെ അനുസാർ. അപ്പം യഥാ ചേർത്ത് വരുന്ന നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി. യഥാ ചേർത്ത് വരുന്നതാണെങ്കിൽ അതൊരു അവ്യയ ശബ്ദമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ മീനിങ് എങ്ങനെ എടുക്കാം? കെ അനുസാർ ചേർത്ത് നിങ്ങൾക്ക് വിഗ്രഹിക്കാം. इसमें समस्त पद क्या है? यथाशक्ति. यथाशक्ति कैसे विग्रह करता है? हृदय विग्रह करके बताओ. शक्ति के अनुसार. यथा मति, नूतन, मति के अनुसार. यथा विधि, विधि के अनुसार. यथा रुचि, रुचि के अनुसार. इस प्रकार यह विग्रह है और यह समस्त पद है. यह किस समास के अंतर्गत आ जाता है? ഏത് സമാസത്തിൽ വരുന്ന ഇത്? ചൈതന്യ. यह अव्ययी भाव समास के अंतर्गत आ जाता है. आज हम क्या क्या पढ़ते हैं? ഇന്ന് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ? ആദിത്യ, समास क्या है? समास क्या है? परस्पर संबंध रखने वाले दो शब्दों के मेल से नया शब्द बनता है. उस मेल को क्या कहता है? समास कहता है. समास में क्या क्या आता है? എന്തൊക്കെയാണ് സമാസത്തിൽ വരുന്നത്? आदित्य कृष्ण. समस्त पद और विग्रह. समस्त पद में दो भाग होते हैं. वे क्या क्या हैं? ഏതൊക്കെയത്? ബദരി, പൂർവപദ, ഉത്തരപദ. ആദ്യം വരുന്നത് पहला पद पूर्वपद, दूसरा पद उत्तरपद. समास के कितने भेद होते हैं अरमान? 6 भेद होते हैं. वे क्या क्या है? आर्या, अव्ययी भाव समास, तत्पुरुष समास, द्वंद्व समास, बहुब्रीहि समास, कर्मधारय समास, द्विगु समास. अव्ययी भाव समास की प्रधानता क्या है? गौरी, अव्ययी भाव समास में पहला पद प्रधान होता है. तत्पुरुष समास, देवनंदा, तत्पुरुष समास में दूसरा पद प्रधान होता है. देवी प्रिया, द्वंद्व समास की विशेषता क्या है? द्वंद्व समास में दोनों पद प्रधान होता है. और बहुब्रीहि समास की प्रधानता क्या है? എന്താ അതിൻ്റെ इम्पोर्टेंस नंदना? बहुब्रीहि समास में अन्य पद प्रधान होता है. अन्य पद प्रधान होता है. ओके. कर्मधारय समास की विशेषता क्या है? निवेदिता, कर्मधारय समास में पहला पद दूसरा पद का विशेषण हो जाता है. या विशेषण या विशेष के रूप में पूर्व पद और उत्तर पद आ जाता है. द्विगु समास की प्रधानता क्या है? निथिला, द्विगु समास में पूर्व पद संख्यावाचक होता है और उत्तर पद समाहार या समूह के रूप में विग्रह किया जाता है. ओके. तुम्हें क्या करना है? ये सब अपने नोटबुक में लिखना. तुम्हारे लिए यह एक असाइनमेंट है, इसको भी करना. ओके. मैं इसका अन्य उदाहरण गूगल क्लासरूम द्वारा दे दूंगी. धन्यवाद.